ഒരു പൊരുതി നേടിയ വിജയമായിട്ട് തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ്, പൊരുതി മാത്രമല്ല, കരഞ്ഞ് നിലവിളിച്ച് നേടിയ വിജയ. ഹലോ, അപ്പോൾ നമസ്കാരം. അപ്പോൾ നിങ്ങളുടെ പ്രിയ സുഹൃത്ത് അനുമോള് കപ്പടിച്ചിരിക്കുകയാണ്. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അനുമോള് ഒരു കപ്പ് എടുക്കുന്ന ഒരു വിഷ്വൽ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന കാര്യമാണ്. അത് വേറൊരു കാര്യം, അത് ഞാൻ ഓൾറെഡി മുമ്പേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എന്നെപ്പോലെ തന്നെ, ഞാനിപ്പോൾ ഒരു കോമൺ മാനെ പോലെ അനുമോൾക്ക് വേണ്ടിയിട്ട് PR എന്നുള്ളൊരു പേര്, കാര്യം നമ്മൾ അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെയുള്ള എല്ലാ ആളുകളും PR. കാര്യം അനുമോൾക്ക് ഒരുപാട് ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അമ്മമാർ, ചേച്ചിമാർ, അതുപോലെ ഒരുപാട് കുട്ടികൾ, ഇവരൊക്കെ അനുമോൾക്ക് വോട്ട് ചെയ്യണം, അനുമോൾ പാവാണെന്ന് പറഞ്ഞ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവരൊന്നും PR അല്ല, ഇത് റിയൽ സ്നേഹമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ കപ്പ് എടുത്തതിൽ. അതിനേക്കാൾ ഉപരി ഒരുപാട് ആളുകൾ എനിക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്ക് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ എവിടെ നിന്നൊക്കെ നമ്പർ എടുത്ത് എനിക്ക് തന്നെ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ചില ആളുകൾ മെസ്സേജ് അയക്കുന്ന പറഞ്ഞാൽ ഈ റിസൾട്ട് വന്നേക്കാൾ മുമ്പ് അവർ പറയുന്നത് ഞങ്ങൾക്ക് SLC ബുക്കോ അല്ലെങ്കിൽ SLC പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ SLC +2 പരീക്ഷയ്ക്കോ ഇത്ര ടെൻഷൻ ഉണ്ടായിട്ടില്ല. SLC ബുക്ക് കൈ കിട്ടുമ്പോൾ ഉള്ള ടെൻഷനേക്കാൾ ഉപരിയാണ് അനുമോൾക്ക് ആ ട്രോഫി കിട്ടണം എന്നൊക്കെ ആളുകൾ അത്രയും അനുമോളുടെ വിജയത്തെ കാത്തിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാം, ഇത് വല്ലാത്തൊരു വെയിറ്റിംഗ് ആണത്. അപ്പോൾ അത് ഓൾറെഡി സഫലമായി. അപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് വാക്കുകളില്ല. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞു പോയ മാസങ്ങളും ദിവസങ്ങളും എനിക്ക് കിട്ടിയ സൈബർ ബുള്ളിങ് അതിഭീകരമാണ്. കാര്യം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഒരു 3-4-5 പക്ഷം ആളുകൾ, ഫാൻസ് ബേസ്, അവരുടെ അറ്റാക്കിങ്, എൻ്റെ വീട്ടുകാരെ വിളിക്കുക, എന്നെ വിളിക്കുക, ഞാൻ എൻ്റെ വൈഫും കൂടി ഒരു ഫോട്ടോ ഇട്ട് അതിൻ്റെ ഇടയിൽ ഒന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ അത്രയും ഒരു സൈബർ ബുള്ളിങ് ഞാൻ നേരിട്ടുണ്ട്. അപ്പോൾ അനുമോളുടെ കാര്യം അവസ്ഥ ആലോചിച്ചു. അനുമോളുടെ പേജ് മാനേജ് ചെയ്യുന്ന അവളുടെ ചേച്ചിയുടെയോ ആ വിനു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ആലോചിച്ചു. ഇതെല്ലാം വായിക്കണം, അപ്പോൾ ഇതെല്ലാം കാണുന്നുണ്ട്, തെറി പറയണം, പിന്നെ പോസിറ്റീവും നെഗറ്റീവും. അപ്പോൾ ഈ നെഗറ്റീവിനെ വിട്ടിട്ട് പോസിറ്റീവാണ് എന്നെ സംബന്ധിച്ച് ഡിഫറെൻ്റായിട്ട് മനസ്സിലായത്. കാര്യം ഭയങ്കരമായിട്ട് ആളുകൾക്ക് അനുമോൾ ഇഷ്ടമാണ്. അതാണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സീസൺ 7 വരെ എത്തി. 7 സീസണിലെ രണ്ടാമത്തെ ലേഡി വിന്നറാണ്. അതെ, മലയാളത്തിൽ ആയിരുന്നു ഫസ്റ്റ്, രണ്ടാമത് അനുമോളായിരുന്നു. റനിഷ 2ാം സ്ഥാനമായിരുന്നു, പോയി. മറ്റേ അഖിൽ രാജ്കോട്ടത്തിലെ ഫസ്റ്റ് വർഷം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ട്? എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം ഈ വർഷം അനുമോൾ കപ്പെടുക്കുന്ന, ഞാൻ ബിഗ് ബോസിൻ്റെ അകത്ത് പോയ ഒരാളാണ്. ഈ സീസണിൽ ഗസ്റ്റായിട്ട് പോയി പ്ലാച്ചിനെടുത്ത് എറിഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ അനുമോളടുത്ത് പറഞ്ഞു, നീ ഇവിടെ കരയാതെയും വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നീ കപ്പെടുക്കുമെന്ന് പറഞ്ഞു. അവൾ അതിനുശേഷം കരഞ്ഞത് ബെർലിയിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ്. ഞാൻ ആ പ്ലാച്ചിന് കളഞ്ഞു വന്ന സമയത്ത് ബെർലിയിൽ എണ്ണാവുന്ന കരച്ചിലുള്ളൂ, ബാക്കിയെല്ലാം ഭയങ്കര പവർഫുള്ളായിട്ട് തന്നെ. അപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് അഡ്വൈസ് കൊടുത്തത്, ലൈഫിൽ ആണെങ്കിലും ബിഗ് ബോസിന് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല മട്ട് മുന്നോട്ട് പോകേണ്ടവരെന്ന് പറഞ്ഞു. അത് കറക്റ്റ് കാര്യമാണ്. അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കണ്ടാലും അത് ചൂണ്ടിക്കാണിക്കും. അത് ജീവിതത്തിൽ ഭയങ്കര ട്രബിൾ. അത് ബിഗ് ബോസിനും കണ്ടു. ഇപ്പോൾ ആര്യൻ്റെയും ജിസേലിൻ്റെ വിഷയത്തിൽ അതൊക്കെ ചുമ്മാ ലെറ്റിൽ ബി കല്ല് വലിയാക്കി അറിഞ്ഞാൽ മതി, അത് വലിയ വിഷയമൊന്നും ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് ഒരു എന്താ പറയുക, എനിക്ക് സംബന്ധിച്ച അതൊരു അനുമോൾക്ക് നെഗറ്റീവ് പോലെ ആണ് ആളുകൾ പറയുന്നത്. സദാചാരം അത് ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ പറയുന്ന ഒരാളാണ്. പക്ഷേ അതൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ പറയുമ്പോഴാണ് പ്രശ്നം. നമ്മളല്ലേ ഇപ്പോൾ നമ്മൾ ചെക്കൻ വീട്ടിൽ പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശക്ക് ഫൺ എലിമെൻറ്റിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ്. അതൊരു ഫൺ എലിമെൻറ്റിലൂടെ അനുമോൾക്ക് അത് ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ അനുമോൾക്ക് അറിയില്ല ഈ ഷോയുടെ ഈ നമ്മുടെ ഈ ബിഗ് ബോസ് എന്ന ഷോയുടെ ഒരു പാറ്റേൺ അനുമോൾക്ക് അറിയില്ല. അനുമോൾ അങ്ങനെ ഒരു ബിഗ് ബോസ് ഓഡിയൻസൊന്നല്ലായിരുന്നു. എന്നൊക്കെ ടിവിയിൽ കണ്ടിട്ടുണ്ട്, ബിഗ് ബോസിൽ പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബിഗ് ബോസ് ഇരുന്ന് കാണുന്ന ഒരാളല്ല അനുമോൾ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരാൾ വിന്നറായപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കാര്യം ഇത് ബിഗ് ബോസ് എന്ന ഷോ അരച്ച് കലക്കി കുടിച്ച് ഒരുപാട് ആളതിൻ്റെ അകത്ത് പോയിട്ട് ടപ്പേന്ന് പറഞ്ഞ് പുറത്തു വന്നിട്ടുണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അനുമോളെ കുറ്റം പറയുകയും അനുമോൾ അങ്ങനെയാണെന്ന് പറയുകയും ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ബിഗ് ബോസ് എന്ന ഷോ വളരെ ഒരു എന്താ പറയുക, ഒരു പ്ലാൻഡ് അല്ല. നമ്മൾ പ്ലാൻ ചെയ്ത് അതിൻ്റെ അകത്ത് പോയിട്ട് ഭയങ്കര വലിയ നല്ലവനാവാം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ കരയിപ്പിച്ച വേദനിപ്പിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഈ അവസാന നിമിഷത്തിൽ. അവരാണ് ശരിക്കും ഒരു പരിധി വരെ അനുമോൾക്ക് ജയിപ്പിക്കാൻ കാരണം. അതായത് അനുമോൾക്ക് അമ്മാതിരി ഞാൻ മനസ്സിലാക്കിയ അനുമോൾക്ക് അമ്മാതിരി സപ്പോർട്ട് വരാൻ കാരണം അവരാണ്. അവർ പോയിട്ട് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാം, ഒരു വ്യക്തിയുടെ നെഗറ്റീവ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പോസിറ്റീവ് ആവും. ചിന്തിക്കുക, എന്തിന് ഇവർ ഇത്ര ഈ പെൺകൊച്ചിനെ നെഗറ്റീവ് പറയുന്നത്? പാവം, ആ ഒരു സാധനമാണ് മലയാളികൾക്ക് വന്നത്.
ആ പെൺകൊച്ചിനെ എന്തിനാ ഇവരെ കൂട്ടിയിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യണം? ഈ സെയിം സാധനം എനിക്ക് തോന്നിയത്. എന്തിനാ ഇപ്പോൾ ടോർച്ചർ ചെയ്യുന്ന ആവശ്യം? ജയിപ്പിച്ചേ പറ്റുള്ളൂ കൂടെ. അങ്ങനെയാണെങ്കിൽ ജയിപ്പിക്കണം. പി ആർ എന്ന് പറഞ്ഞ സംഭവം ഞാൻ മനസ്സിലാക്കി. ഈ സീസണിൽ പി ആർ എന്ന് പറഞ്ഞത് എന്താണ് പി ആർ? അങ്ങനെ ഞാൻ പി ആറിൽ അനിമോളുടെ എന്നെപ്പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അനിമോൾ സപ്പോർട്ട് ചെയ്തേ. ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തു. എത്ര ആളുകൾ സപ്പോർട്ട് ചെയ്തു. ബിഗ് ബോസിൽ എക്സ് കണ്ടസ്റ്റൻസ് ആണെങ്കിലും സ്റ്റാർ മാജിക്കിലെ ആളുകളാണെങ്കിലും അനുബേട്ടൻ, ഡയറക്ടർ അനുബേട്ടൻ, ബിഗ് ബോസ് അനുബേട്ടൻ അങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കാറില്ല, റയറാണ്. അനുമോളിന് വേണ്ടി ഇൻ്റർവ്യൂ കൊടുത്ത ഒരാളാണ്. അടിമാലിക്ക് എനിക്ക് ഒരു 6-7 വർഷം ശേഷം ഇൻ്റർവ്യൂ കൊടുക്കുക. അത് അനുമോൾക്ക് വേണ്ടി. ഞാനൊരു വർഷം ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഞാൻ അനുമോൾക്ക് വേണ്ടി ഇപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്തത്. നിങ്ങളോട് സംസാരിക്കുന്നത് അനുമോൾക്ക് വേണ്ടിയാണ്. അതെ, ഇവിടെ കണ്ട ലക്ഷ്മി നക്ഷത്രം അടക്കം പറയുമായിരുന്നു അനുമോൾ സപ്പോർട്ട് ചെയ്യണം. അത് ഞാൻ പറഞ്ഞത് അത്ര ആളുകൾ അനുമോൾക്ക് സപ്പോർട്ടുണ്ട്. അത് ഈ പറഞ്ഞ ലക്ഷ്മി നക്ഷത്രം അനുപേട്ടനും അടിമാലിക്കൊന്നും പൈസ കൊടുത്തിട്ടില്ല അനുമോൾ പോയത്. 16 ലക്ഷം വീതിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് വീതിച്ചു തന്നിട്ടുണ്ട് അനുമോൾ. ഇല്ല, അനുമോളിലെ 16 ലക്ഷം രൂപയാണ് ഈ അനുമോൾ ഈ പറഞ്ഞ ബിഗ് ബോസിൽ പോവില്ലെന്നേ. നിങ്ങൾ ചിന്തിക്കുക, സപ്പോസ് അനുമോളുടെ കയ്യിൽ 16 ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ അനുമോൾ ബിഗ് ബോസിൽ പോവില്ല. ഇനി അനുമോളുടെ പേയ്മെൻറ്റ് എന്ന് കൊടുക്കാമെന്ന്. അനുമോളിൽ ഉദ്ഘാടനത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 55,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഉദ്ഘാടനം ഞാൻ കമ്മീഷൻ പോലും കൊടുക്കാതെ പോകുന്ന ആളാണ്. നീ ഒരു ഉദ്ഘാടനം പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ കമ്മീഷൻ തരാതെ ഇങ്ങനെ സ്കിപ്പാവുന്നു, അടുത്ത വർക്കിന് തരാൻ ചേട്ടാന്ന് പറഞ്ഞ് പോകുള്ളൂ. അനുമോളുടെ ക്യാരക്ടറാണ്. അവളങ്ങനെ ഒരു പൈസ അവൾ മിസ്യൂസ് ചെയ്യില്ല. കാശിന് വില ഉള്ള ഒരാളാണ്. 16 ലക്ഷങ്ങൾക്കൊന്നും ഒരു വാല്യൂ ഇടാതെ ചുമ്മാ 16 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് കുത്തിത്തിരിച്ചിട്ട് പോയേക്കാ. ഒരു പൊരുതി നേടിയ വിജയമായിട്ട് തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ്, പൊരുതി മാത്രമല്ല, കരഞ്ഞ് നിലവിളിച്ച് നേടിയ വിജയ. ഫൈറ്റ് ചെയ്ത് എത്ര ആളുകൾ മുന്നിൽ നിന്ന് കരയുകയും ഫൈറ്റ് ചെയ്യും, വഴക്കുണ്ടാക്കുകയും നേര് കണ്ട നേരുന്നു, തെറ്റ് കണ്ട തെറ്റുന്നും ശരിയും തെറ്റും എല്ലാം ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോയ ആളാണ് അനുമോൾ. അത്രേ ഉള്ളൂ, എനിക്കത്ര പറയാനുള്ളൂ. ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത്. കഴിഞ്ഞ ദിവസം അനുമോള് കരയുന്ന വീഡിയോ കണ്ടിട്ട് കുറേ പേര് അമ്മമാരൊക്കെ വീട്ടിൽ ഞാൻ കണ്ടിരുന്നു. എനിക്ക് എത്ര പേര് അയച്ചു ആ വീഡിയോസ്. ഞാൻ അതെല്ലാം പറഞ്ഞു. ഒത്തിരി ഞാൻ ഈ വീഡിയോ തുടക്കം പറഞ്ഞു, ഒത്തിരി അമ്മമാർ, ചേച്ചിമാർ, ചെറിയ കുട്ടികൾ, പിന്നെ എന്നെപ്പോലെ അനുമോൾ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അനുമോളെ സ്വന്തം സിസ്റ്ററിനെ പോലെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ടാന്നേ. അവരൊക്കെ അത്രയും ഈ എന്താ പറയുക, അതിൻ്റെ താഴെ വരെ പി ആർ എന്ന് പറഞ്ഞ കമന്റ് ഉണ്ട്. എനിക്ക് ഞാൻ അനുമോളുടെ പി ആറാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അനുമോൾ എന്ത് തന്നിട്ടാണ് നിങ്ങൾ പറ. എൻ്റെ ഒരു മോശാവസ്ഥയിൽ അനുമോളിൻ്റെ കൂടെ എന്നല്ലാതെ എനിക്ക് അനുമോൾ ഒന്നും തന്നിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് അനുമോൾ തന്നൊരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കുടുംബത്തിൻ്റെ ആളെ പോലെ. എൻ്റെ കല്യാണം നിങ്ങൾ കണ്ടാൽ എൻ്റെ കല്യാണത്തിന് രാവിലെ തൊട്ട് വെളുപ്പിന് വന്നു, പിറ്റേ ദിവസം പോയത്. അത്ര എൻ്റെ കൂടെ നിന്നൊരാളാണ്. അത് അങ്ങനെ ആർട്ടിസ്റ്റ് വന്നോ? നിങ്ങൾ കണ്ടോ? ഇല്ല, ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ഉണ്ടായിരുന്നോ? എൻ്റെ നിക്കാഹിനും എൻ്റെ വെഡിങ്ങിനും എൻ്റെ തലേദിവസ കാലിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. അവളെല്ലാം ഉണ്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ ആ ഒരു ബന്ധം. എൻ്റെ അമ്മായിമ്മേനെ അബുദാബി പോയി അവൾ അബുദാബിയിൽ ഉദ്ഘാടനത്തിൽ എൻ്റെ അമ്മായിമ്മയുടെ ഫ്ലാറ്റിൽ പോയി അനുമോൾ കണ്ടിട്ടുണ്ട്. മനസ്സിലാക്കണം. കല്യാണം കഴിക്കണേക്കാൾ മുമ്പ് ഞാൻ എൻ്റെ വൈഫിന് തമ്മിൽ എൻഗേജ്മെൻറ്റ് ആയി നിൽക്കുന്ന സമയത്ത് അവിടെ പോയി അമ്മായിമ്മനെ പോയി കണ്ട ആളാണ് അനുമോൾ. അത്രയും അന്ന് അമ്മായിമ്മടുത്ത് പോയി ഷിയാസ് നല്ല മനുഷ്യനാണ്, മാങ്ങയുടെ. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു ഞങ്ങൾക്കറിയാം നീ വലിയ ഷിയാസ്ഖാനെ വെളുപ്പിക്കണ്ടെന്ന് പറഞ്ഞു. അല്ല എന്നാലും ഞാൻ പറയണ്ടേ, ആള് വികൃതിക്കുട്ടനാണ്, പക്ഷെ പാവാണെന്നൊക്കെ പറഞ്ഞു. എന്താണ് എൻ്റെ ഒരു മുഖം മാറിയിരുന്ന അനുമോൾ തന്നെ അത് കളിയാക്കും. അയ്യേ എന്ന് പറഞ്ഞാൽ കളിയാക്കും. എന്നാൽ അത്രയും നമുക്കൊരു കംഫർട്ട് സോൺ, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കാണുന്ന ഒരാളാണ് അനുമോൾ. അപ്പോൾ ബിഗ് ബോസിൽ പോയി അവിടെയുള്ള കുറേ ആളുകൾ അവളെ താറടിച്ച് നോക്കിയിട്ട് നടന്നില്ല, അവൾ വിന്നറായി. അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കണം. ബിഗ് ബോസിൻ്റെ ഷോ അങ്ങനെയാണ്, റിയൽ ഷോ ആണ്, റിയാലിറ്റി. ആരാണോ ഈ ഏകാന്തത താണ്ടി ആ ഒരു പാട്ടുണ്ടല്ലോ, ആ ഏകാന്തത താണ്ടുന്ന ഒരാളാണ് അതിൻ്റെ വിന്നർ. ഏകാന്തത 16-17 വയസ്സ് പേരുണ്ടായ ആ 17 പേരിൽ നിന്ന് ഏകാന്തത, അതിൽ നിന്ന് ഒറ്റപ്പെട്ട് നിന്ന് അതിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ആ ഒരു ബിഗ് ബോസിന് കിരീടം കൈ വയ്ക്കുന്ന ആളാണ് വിന്നർ. അത് അനുമോളാണ്. എനിക്കൊരു കോമഡി ഉണ്ട്. അനുമോൾ എങ്ങനെ ട്രോഫി ആയിട്ട് വരുന്നതാണ് ഇങ്ങനെ. ട്രോഫിയുടെ അത്ര ഉള്ള അവളെ പറ. ഇനി അനുമോളെ നേരിട്ട് കാണുന്നൊരു ദിവസം ഉണ്ടല്ലോ ഇപ്പം അടുത്ത് തന്നെ. അതെ, എന്തായിരിക്കും ആദ്യം കാരണം പറയാ? ഞാൻ പറയും മനുഷ്യന്മാരെ അങ്ങോട്ട് ഓവറായിട്ട് വിശ്വസിക്കുന്ന അടുന്ന് പറയും. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ള. ആരെയും അങ്ങോട്ട് കൂടുതൽ ട്രസ്റ്റ് ചെയ്യണ്ടെന്ന് പറയും. ഈ സൗഹൃദത്തിൽ വിശ്വസിച്ച് പോകുന്ന ആളാണ് അനുമോള്. ബ്രോ, നമ്മളൊരു പെണ്ണ് മൂഞ്ചിച്ചാലും നമുക്ക് വലിയ വിഷമമുണ്ട്. നമ്മുടെ കൂടെ കൂട്ടുകാരെ മൂഞ്ചിച്ച് കഴിഞ്ഞാൽ നമുക്ക് തകർന്നു പോകും. ഒരു ബ്രേക്കപ്പ് ഇല്ല, ബ്രേക്കപ്പ്. ഒരു പെൺകുട്ടിയായിട്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. നമ്മുടെ കൂടെ നമ്മുടെ ചങ്കായിട്ട് നമ്മുടെ കാറിന് സൈഡിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, കൂട്ടുകാരൻ. അവൻ നമ്മളെ ചതിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും വിഷമം ഒന്ന് ആലോചിച്ച് നോക്ക്.
ശരിയാണ്. ആലോചിക്ക്, ബ്രേക്കപ്പ് നമുക്ക് പോടിയെന്ന് പറഞ്ഞ് പോകാൻ പറ്റുമായിരിക്കും, പക്ഷെ അന്നാലും വിഷമം ഉണ്ടെങ്കിൽ അതിനേക്കാളും ഡബിൾ എഫക്റ്റീവ് വിഷമമാണ് ബ്രോ കൂടെ നിന്ന് നമ്മുടെ കൂട്ടുകാരനെ ആ സെയിം സാധനം അനുമോൾക്ക് എഫക്റ്റ് ചെയ്തേ. അതെ, ഞാൻ മനസ്സിലാക്കിയാലും ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആദിലും നൂറിനായിരുന്നു. അനുമോളുടെ കൂടെ നിൽക്കണാലും ഞാൻ സപ്പോർട്ട് ചെയ്തു. കാര്യം പറഞ്ഞാൽ ലക്ഷ്മി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ സമയത്ത് ഞാൻ പോയിട്ട് പറഞ്ഞ എൻ്റെ വീട്ടിൽ വരണം, നിങ്ങൾ എൻ്റെ വീട്ടിൽ വാ, ഇവിടെ ഒരുപാട് ആളുകളുടെ വീട്ടിൽ നിങ്ങൾക്ക് വരാം. അത്ര എനിക്ക് വിഷമം തോന്നിയ കാര്യമാണ്. കാരണം ഒരിക്കലും ആദിലും നൂറെന്ന അനുമോളെ ഒരു രീതിയിലും ഒരു നോട്ടം കൊണ്ട് പോലും വിഷമിപ്പിക്കാൻ പാടില്ല. കാര്യം ആദിലും നൂറിനെയും അനുമോള് ഒരു വാക്ക് കൊണ്ട് പോലും അവിടെ മോശം പറഞ്ഞിട്ടില്ല. ഇല്ല, ശരിയാണ്. അത് ആദിലും നൂറേയും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ ദൈവമേ എന്നാലേക്കണം. അത് ഞാൻ ഇപ്പോഴും പറയുന്നു, ആദിലും നൂറയ്ക്ക് അത് എന്തെങ്കിലും മനസ്സിലാവും. അന്ന് അനുമോളത്ത് മാപ്പ് പറയേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഒരാളോട് മാപ്പ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കില്ല് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് അങ്ങനത്തെ സെയിം സിറ്റുവേഷൻ എൻ്റെ കൂടെ നിന്ന് കൂട്ടുകാരൊക്കെ എന്നെ പറ്റിച്ച സമയത്തില്ലേ ഞാൻ മൂഞ്ചി പോയിട്ടുണ്ട്. ഞാൻ ആകാശത്തേക്കൊക്കെ ഇരുന്നുണ്ട്. ഡിപ്രഷൻ എന്ന് പറഞ്ഞ സാധനം വരാനുള്ള റീസൺ അതൊക്കെയാണ്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെ പറ്റിക്കുമ്പോഴാണ്. ഇനി ഒരു ബിഗ് ബോസ് വിന്നറുടെ കൂടെയാണ് നിങ്ങൾ ഒരുമിച്ചാണ് ഇനാഗുറേഷൻ പോകാൻ പോകുന്നത്. അതിന്റെ സന്തോഷം എത്രത്തോളം? ബിഗ് ബോസ് സെക്കൻഡ് റണ്ണറപ്പും ബിഗ് ബോസ് വിന്നറും ഫസ്റ്റ് സീസൺ. അത് ഭയങ്കര വലിയൊരു ഇതാണ്. ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു അതിഭീകര പ്ലാറ്റ്ഫോമാണ്, ഒരു ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫ് ഒരു കളർഫുള്ളാക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അത് അനുമോളുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. ബിഗ് ബോസ് എന്ന ഷോ വേറെ ലെവലായിരിക്കും. ഉദ്ഘാടനത്തിൽ പെരും അല്ലെ തന്നെ ഞങ്ങൾ ഉദ്ഘാടനം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ തന്നെയാണ് ആൾക്കാരെ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് പോകുമ്പോൾ ആ ഒരു ജനങ്ങളുടെ ഒരു അതിനും ജനസാഗരങ്ങൾ വരുന്ന ഒരു ഉദ്ഘാടനമായിരിക്കും ഇനിയുള്ള അങ്ങോട്ടുള്ള ഉദ്ഘാടനങ്ങളും ഇവൻസുകളൊക്കെ. ഐ ഹോപ്പ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.